കൊന്ത കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കൊന്ത മനോഹരമാണല്ലോ, ഇത്രയും വലിയ ഒരു കൊന്തയാണല്ലോ നിങ്ങൾ ധരിക്കുന്നത് എന്ന്. ഈ ഉടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് സ്കാപ്പുലർ എന്ന് പറയുന്നത്. ഈ സ്കാപ്പുലറാണ് ഞങ്ങളുടെ വ്രതം സ്വീകരിക്കുന്ന സമയത്ത് ഔദ്യോഗികമായി വെഞ്ചരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ട് വചനപ്രഘോഷണത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട സഭയാണ്. ഒരുപക്ഷെ നിങ്ങളാരും ഞങ്ങളെ അറിയുന്നില്ലായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ള സഹോദരരെ, നമ്മളിപ്പോഴായിരിക്കുക കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തേർത്തല്ലിക്കടുത്ത് പൊയിൽ സെയിന്റ് മാർട്ടിൻസ് ആശ്രം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണ്, നിങ്ങൾ എന്നു മുതലാണ് ഇവിടെ വന്നത് എന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമകാലികനായിരുന്നു വിശുദ്ധ ഡൊമിനിക്. വിശുദ്ധ ഡൊമിനിക് സ്ഥാപിച്ച സഭയാണ്. 1216 അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ അവസ്ഥയ്ക്ക്, അതായത് അൽബിജൻസിൻ പാഷണ്ഡതയ്ക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് വിശുദ്ധ ഡൊമിനിക് സ്ഥാപിച്ച ആദ്യമായിട്ട് കത്തോലിക്ക സഭയിൽ വചനപ്രഘോഷണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സഭയാണ് ഡൊമിനിക്കൻ സഭ, അല്ലെങ്കിൽ ദി ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ്. നമുക്കറിയാം, ഈ സഭ ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 100-ൽ പരം രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്നു. ലോകത്തിലാകമാനമായിട്ട് 5000-ത്തിലധികം ഡൊമിനിക്കൻ വൈദികരെ സേവനം ചെയ്യുന്നു. അതുപോലെ തന്നെ സഭയിലെ വളരെ വലിയ വിശുദ്ധനായ ദൈവശാസ്ത്രന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ തോമസ് അക്വൈനസ്, അദ്ദേഹത്തിൻ്റെ ഗുരുവായ വിശുദ്ധ മഹാനായ ആൽബർട്ട്, അതുപോലെ തന്നെ വേദപാരംഗയായ വിശുദ്ധ കത്രീന, ദരിദ്രരുടെ വലിയ ആശ്രയകേന്ദ്രമായിരുന്ന മാർട്ടിൻ ഡി പോറസിൻ്റെ അതേ കാലഘട്ടത്തിൽ പെറുവിൻ്റെ തലസ്ഥാനമായ ലീമയിൽ ജീവിച്ചിരുന്ന സുന്ദരിയായ വിശുദ്ധി എന്ന് വിളിക്കപ്പെടുന്ന റോസ് ഓഫ് ലീമ, അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു വലിയ സ്പാനിഷ് വിശുദ്ധനാണ് ജോൺ മസയാസ്. അതുപോലെ തന്നെ ജപമാലയുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന 5-ാം പിയൂസ് മാർപ്പാപ്പ, ഇവരും മറ്റനേകരും ഏതാണ്ട് 65 പേരോളം വിശുദ്ധർ ഇന്ന് ഡൊമിനിക്കൻ സഭയിലുണ്ട്. ഏതാണ്ട് 250 വാഴ്ത്തപ്പെട്ടവർ ഡൊമിനിക്കൻ സഭയിലുണ്ട്. ഈ കഴിഞ്ഞ മാസം കാർലോസ് അക്യൂത്തിസിൻ്റെ കൂടെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ജോർജിയോ ഫസാത്തി, ഈ കഴിഞ്ഞ 7-ാം തീയതി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ബർത്തോലോ ലോങ്കോ, ഇവരെല്ലാം ഡൊമിനിക്കൻ ടേർഷ്യറി അല്ലെങ്കിൽ 3-ാം സഭയിൽപ്പെട്ടവരാണ്. അങ്ങനെ സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഡൊമിനിക്കൻ സഭയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് നമുക്ക് 3 ഫേസ് ആയിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും, 3 തലങ്ങളിൽ എടുക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1216 സ്ഥാപിക്കപ്പെട്ട ഡൊമിനിക്കൻ സഭയിലെ ആദ്യത്തെ അംഗമായി ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നത് ഇറ്റാലിയൻ ഡൊമിനിക്കനായിരുന്ന നിക്കോളോസ് പിസ്തോയയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ വൈദികനായിരുന്നു. അദ്ദേഹം 1291 ഇവിടെ വരികയും മൈലാപ്പൂരിനടുത്തും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും വചനം പ്രഘോഷിക്കുകയും ചെയ്തു. എന്നാൽ ഒരു വർഷത്തിനിടയിൽ മാരകമായ രോഗത്താൽ അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങുകയുണ്ടായി. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുക മറ്റൊരു ഫ്രഞ്ച് വൈദികനായിരുന്ന ജോർദാനോ കത്തലാനി എന്ന് പറയുന്ന ഫ്രഞ്ച് വൈദികൻ ഭാരതത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ആദ്യമേ വചനം പ്രഘോഷിച്ചത് മഹാരാഷ്ട്രയിലെ ചില സ്ഥലങ്ങളിലും ഗുജറാത്തിലുമാണ്. പിന്നീട് അദ്ദേഹത്തെ ജോൺ 22-ാമൻ മാർപ്പാപ്പ ഭാരതത്തിലെ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ലത്തീൻ രൂപതയായ കൊല്ലം രൂപതയുടെ മെത്രാനായി അവരോധിക്കുകയുണ്ടായി. അങ്ങനെ 1329 അദ്ദേഹം കൊല്ലം രൂപതയുടെ മെത്രാനായിട്ട് നിയമിക്കപ്പെടുകയുണ്ടായി. ജോൺ 22-ാമൻ മാർപ്പാപ്പയാണ് ആ നിയമനം നടത്തിയത്. അദ്ദേഹം കുറച്ചുനാൾ കൂടെ ഇവിടെ കൊല്ലം രൂപതയുടെ മെത്രാനായിട്ട് സ്ഥാനമേൽക്കുവാൻ വന്നു. അങ്ങനെ വരുന്ന വഴി അദ്ദേഹത്തെ മൂർസ് കല്ലെറിഞ്ഞു കൊല്ലുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. ആ ആദ്യത്തെ കാലഘട്ടം നമ്മൾ കടന്നു കഴിയുമ്പോൾ ഏതാണ്ട് 200 വർഷങ്ങൾ പിന്നീട് ഡൊമിനിക്കൻ സഭ ഭാരതത്തിൽ ഇല്ലായിരുന്നു. 200 വർഷങ്ങൾക്ക് ശേഷം 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ
ഗോവയിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഓർഡറിൻ്റെ ഡൊമിനിക്കൻ സഭയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഏതാണ്ട് 300 വർഷത്തോളം ഇവിടെ ഡൊമിനിക്കൻ സന്യാസികൾ ജോലി ചെയ്തു. ഏതാണ്ട് 300-ൽ പരം വൈദികർ അന്ന് കൊച്ചിയിലും ഗോവയിലും ഒക്കെയായിട്ട് ഡൊമിനിക്കൻ സഭയിലെ വൈദികർ തിരുസഭയ്ക്ക് വേണ്ടി ജീവിതമർപ്പിച്ചവരാണ്. എന്നാൽ അതിനുശേഷം പോർച്ചുഗീസിൽ ഉണ്ടായ 1834-ലും 35-ലും വന്ന എല്ലാ സന്യാസ സഭകളെയും സപ്രസ് ചെയ്തുകൊണ്ടുള്ള നിയമം ഇവർക്ക് പ്രതികൂലമായ ഒരവസ്ഥ സൃഷ്ടിച്ചു. പലരും ഡൊമിനിക്കൻ സഭ വിട്ട് രൂപതാ വൈദികരാകേണ്ടി വരികയോ അല്ലെങ്കിൽ ഇവിടെ നിന്നും തിരിച്ചു പോകേണ്ടതായി വരികയോ ചെയ്തു. പിന്നീട് മൂന്നാമത്തെ ഫേസ് എന്ന് നമ്മൾ പറയുന്നത് 1959 ഡൊമിനിക്കൻ സഭയിലെ വൈദികർ, ഐറിഷ് പ്രോവിൻസിൽപ്പെട്ട വൈദികർ നാഗ്പൂർ സെയിൻറ്റ് ചാൾസ് സെമിനറി നടത്തുവാനായിട്ട് അന്നത്തെ ആർച്ച് ബിഷപ്പിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം യൂജിൻ ഡിസൂസ്, പിന്നീട് അദ്ദേഹം ഭോപ്പാൽ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് അവർ നാഗ്പൂർ സെമിനാരി നടത്തുവാനായിട്ട് വന്നു. അന്ന് മുതൽ ഇന്ന് വരെയും നാഗ്പൂർ സെമിനാരിയുടെ നടത്തിപ്പ് ഡൊമിനിക്കൻ വൈദികരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഭ മൂന്നാമത്തെ ഫേസിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഡൊമിനിക്കൻ സഭയിലെ ഭാരതത്തിൽ ഒന്നാകെ 17 ഭവനങ്ങളും 130 വൈദികരുമുണ്ട്. ഏതാണ്ട് 161 വ്രതങ്ങൾ സ്വീകരിച്ച സന്യാസ സഹോദരന്മാർ സഭയിൽ നിന്നുണ്ട്. അപ്പോൾ സഭയുടെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോവുക. ഇനി കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഡൊമിനിക്കൻ സഭയും കേരളവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജോർഡൻ കത്തലാനിയാണ് ആദ്യത്തെ ലത്തീൻ രൂപതയായ കൊല്ലം രൂപതയുടെ മെത്രാനായിട്ട് അവരോധിക്കപ്പെട്ടത്. അത് വലിയ ചരിത്ര സംഭവമാണ്. ഇന്നും കൊല്ലം രൂപതയുടെ ആർക്കൈവ്സിൽ അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. പിന്നീട് നമ്മൾ കാണുക കേരളവും ഡൊമിനിക്കൻ സഭയുമായിട്ടുള്ള വലിയൊരു കണക്ഷൻ എന്ന് പറയുന്നത് കടുത്തുരുത്തിയിൽ മലബാർ ക്രിസ്ത്യൻസിന് വേണ്ടി അല്ലെങ്കിൽ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി അന്നത്തെ ഒരു ഫ്രഞ്ച് ഡൊമിനിക്കൻ ഫ്രാൻസെസ്കോ ഡൊണാത്തി എന്ന് പറയുന്ന ഫ്രഞ്ച് ഡൊമിനിക്കൻ അവിടെ ഒരു സെമിനാരി സ്ഥാപിക്കുകയും സുറിയാനി ക്രിസ്ത്യാനികളെ സുറിയാനി പഠിപ്പിക്കുകയും അദ്ദേഹം തന്നെ സുറിയാനിയിൽ വിശുദ്ധ കുർബാന ചൊല്ലുകയും ഒരു ഫ്രഞ്ച് വൈദികനായിരുന്ന അദ്ദേഹം മലയാളം പഠിച്ച് മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. അദ്ദേഹം പിന്നീട് റോമിലേക്ക് മാർപ്പാപ്പയുടെ പ്രത്യേകമായ വിളിയനുസരിച്ച് പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹവും രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡൊമിനിക്കൻ സഭയുടെ ആദ്യത്തെ ഹൗസായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നത് 1998 റൈറോത്തിനടുത്ത് തെർത്തല്ലിക്കടുത്തുള്ള പൊയിലിലെ ആശ്രമമാണ്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ മധ്യസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനം ഇപ്പോൾ 27 കൊല്ലങ്ങൾ തികയുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് മാർട്ടിൻ ഡി പോറസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കയിൽ മുഴുവനും ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായി തീർന്ന മാർട്ടിൻ ഡി പോറസ് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. നീക്രോജാതനല്ലോ തിരുസ്കൃതർ തന്നാശ്രയം, വിനയത്തിൻ മാതൃക നീ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി. മാർട്ടിൻ പോറസ്, മാർട്ടിൻ പോറസ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാർട്ടിൻ പോറസ്, മാർട്ടിൻ പോറസ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഈ ഉടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് സ്കാപ്പുലർ എന്ന് പറയുന്നത്. ഈ സ്കാപ്പുലറാണ് ഞങ്ങളുടെ വ്രതം സ്വീകരിക്കുന്ന സമയത്ത് ഔദ്യോഗികമായി വെഞ്ചരിക്കുന്നത്. അതിൻ്റെ കാരണം വാഴ്ത്തപ്പെട്ട റെജിനാൾഡിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ തന്നെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സംരക്ഷകയായി ഞാൻ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന്. ഞങ്ങളതുകൊണ്ടാണ് എല്ലാ രാത്രിയിലും ഏത് ഡൊമിനിക്കൻ സഭാ സമൂഹത്തിലും ഞങ്ങളുടെ രാത്രിയിൽ കിടക്കുന്നതിന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പരിശുദ്ധരാജ്ഞി എന്ന ഗാനം ആലപിച്ചതിന് ശേഷം വിശുദ്ധ ജലത്താൽ തളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങുവാനായിട്ട് പോവുക.
ഞാനിത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും ആ പിക്ചർ. വിശുദ്ധ ഡൊമിനിക്കിന് ഒരിക്കൽ ഈശോയുടെ തിരുസന്നിധിയിൽ ഇങ്ങനെ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ മറ്റെല്ലാ സഭയിലെയും വിശുദ്ധരെയും കാണുന്നുണ്ട്, എൻ്റെ മക്കളെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദനിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഈശോ തിരിഞ്ഞ് മാതാവിനെ ഒന്ന് നോക്കിയെന്നാണ് പറയുക. അപ്പം മാതാവിനെ നോക്കിയപ്പോൾ മാതാവ് സുസ്മേരവദനയായി തൻ്റെ കാപ്പ ഇങ്ങനെ തുറന്നു. കാപ്പ തുറന്നപ്പോൾ ഈ കാപ്പയ്ക്കുള്ളിലായിരുന്നു എല്ലാ ഡൊമിനിക്കൻ വിശുദ്ധരും ഡൊമിനിക്കൻ സന്യാസികളും. അപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്യാസ സമൂഹമാണ്. അതുകൊണ്ടാണ് ജപമാല ഭക്തി ഡൊമിനിക്കൻ സഭയാണ് ഇന്ന് സഭയിൽ ഇത്രമാത്രം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്നോട് ഈ അടുത്ത നാളിൽ ഒരാൾ എൻ്റെ കൊന്ത കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കൊന്ത മനോഹരമാണല്ലോ, ഇത്രയും വലിയ ഒരു കൊന്തയാണല്ലോ നിങ്ങൾ ധരിക്കുന്നത് എന്ന്. അപ്പം അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് കൂടി ഞാനൊന്ന് വിവരിക്കുകയാണ്. അൽബിജൻസിൻ പാഷണ്ടതരോട് ഡൊമിനിക്ക് പ്രസംഗിച്ചു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അവരിൽ മാറ്റങ്ങളൊന്നും വരാതെ വന്നപ്പോൾ വേദനിച്ചുകൊണ്ട് സൗതേൺ ഫ്രാൻസിലുള്ള ലൂർദിനടുത്തുള്ള പ്രൂയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവിൻ്റെ ബസിലിക്കയിൽ കണ്ണുനീരോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഡൊമിനിക്കിനോട് ആവശ്യപ്പെട്ടു, എൻ്റെ ജപമാലയുടെ രഹസ്യങ്ങൾ നീ പ്രസംഗിക്കുക, അവർ മാനസാന്തരപ്പെടുമെന്ന്. ഒരിക്കൽ ജപമാലയിലൂടെ ഞാൻ ലോകത്തെ എൻ്റെ പുത്രനായി നേടുമെന്ന് പരിശുദ്ധയമ്മ വിശുദ്ധ ഡൊമിനിക്കിന് വാഗ്ദാനം നൽകുകയാണ്. അങ്ങനെയാണ് ഡൊമിനിക്കൻ സഭയുടെ ഏറ്റവും വലിയ ഒരു ദൗത്യമായ ജപമാല ഭക്തി വളർത്തുക, ജപമാല രഹസ്യങ്ങളെ ധ്യാനം പങ്കുവയ്ക്കുക എന്നുള്ള വലിയ ദൗത്യം കടന്നു വരുന്നത്. ജപമാല തിരുസംഘത്തിൻ്റെ സ്ഥാപിക്കുവാനുള്ള അധികാരവും സഭ നൽകിയിരിക്കുന്നത് ഡൊമിനിക്കൻ സഭയ്ക്കാണ്. ഡൊമിനിക്കൻ സഭയിലെ പ്രൊവിൻഷ്യലും കൗൺസിലുമാണ് അതിനുള്ള അംഗീകാരം കൊടുക്കുന്നതും. പ്രൊവിൻഷ്യലും കൗൺസിലും നിയോഗിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ വൈദികരാണ് അത് പോയി സ്ഥാപിക്കേണ്ടതും. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്രീം കളറാണോ വെള്ളയാണോ ഉപയോഗിക്കുക? ഞങ്ങൾ 2 കളറും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് വെഞ്ചരിക്കപ്പെടുന്ന ഭാഗം. ഇത് മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. മറ്റുള്ളത് അന്ന് ഡൊമിനിക്കൊക്കെ സന്യാസ സഭകൾ വൈദികർ യൂറോപ്പിൽ ധരിച്ചിരുന്ന ആ ഡ്രസ്സാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഭാഗ്യമുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞങ്ങളുടെ സുപ്പീരിയർ ജനറലിൻ്റെ പ്രത്യേക അനുവാദത്തോടുകൂടി മാർട്ടിൻ ഡി പോറസിൻ്റെ ഫസ്റ്റ് ക്ലാസ് റെലിക്ക് ഞങ്ങൾ ഈ 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം ഈ ദേവാലയത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ഈ ദേവാലയം തന്നെ കഴിഞ്ഞ മെയ് 24 ആണ് ഇവിടെ ഞങ്ങൾ ആശീർവദിച്ചതും. ഈ 1-ാം തീയതി നവംബർ 1-ാം തീയതി വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ ഫസ്റ്റ് ക്ലാസ് റെലിക്കും കൊച്ചുത്രേസ്യയുടെ ഫസ്റ്റ് ക്ലാസ് റെലിക്കും വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച് ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ റെലിക്കും അതുപോലെ മറ്റു പല വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ ഞങ്ങളിവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ പറയാറുണ്ട്, ലോകത്തിൽ ആകപ്പാടെ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ 3 റീത്തിൽപ്പെട്ട വൈദികർ, ഡൊമിനിക്കൻ വൈദികർ താമസിക്കുന്ന ഒരു സ്ഥലമുള്ളൂ എന്ന്. അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരം അതിരൂപതയിൽ നിന്നല്ല, ലത്തീൻ രൂപതയിൽ നിന്ന് വൈദികനുണ്ട്, താമരശ്ശേരി രൂപതയിൽ നിന്ന് ഞാനുണ്ട്, തലശ്ശേരി അതിരൂപതയിൽ നിന്ന് വേറൊരു അച്ഛനുണ്ട്, സുനോജ് അച്ഛനുണ്ട്. അതുപോലെ തന്നെ മലങ്കര സഭയിൽ നിന്നും ആദ്യമായിട്ടും ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന ജീസസ് യൂത്തിലെ പഴയ ഫുൾ ടൈമറായ ബോബിൻ അച്ഛനുണ്ട്. ഇപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇവിടെ ആയിരിക്കുക. ഇവിടെ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായൊരു ചാപ്പലുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ നൊവേന എല്ലാ ബുധനാഴ്ചയും രാവിലെ വിശുദ്ധ ബലിക്ക് ശേഷം ഞങ്ങൾ അർപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്വപ്നം ഇതാണ്, ഡൊമിനിക്കൻ സ്പിരിച്വാലിറ്റിയിൽ അധിഷ്ഠിതമായ, ജപമാല ഭക്തിയിൽ അധിഷ്ഠിതമായ ആഴമായ ദൈവശാസ്ത്ര പഠനങ്ങളോടുകൂടിയ വിശ്വാസത്തിന് വളർച്ച നൽകുന്ന ഡൊമിനിക്കൻ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ആത്മാക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്പിരിച്വാലിറ്റി സെൻറ്റർ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾ പറയാറുണ്ട്, കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ട് വചനപ്രഘോഷണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സഭയാണ്. ഒരുപക്ഷെ നിങ്ങളാരും ഞങ്ങളെ അറിയുന്നില്ലായിരിക്കും. ഞങ്ങൾ ഭാരതത്തിൽ വന്നു പോയ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ പരിപാലനയിൽ 700 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം രൂപതയുടെ ആദ്യത്തെ മെത്രാനായ ജോർഡൻ കത്തലാനിയുടെ പ്രത്യേകമായ ഓർമ്മ അടുത്ത് വരുന്ന 2029 700 വർഷമാവുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടുത്തെ അഭിമന്യ പിതാവിൻ്റെ പ്രത്യേകമായ ആഗ്രഹപ്രകാരം ഈ അടുത്ത നാളിൽ ഞങ്ങൾ അവിടെയും ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു ആദ്യത്തെ ഡൊമിനിക്കൻ ബിഷപ്പ്, ലത്തീൻ രൂപതയായ ആദ്യത്തെ രൂപതയായ കൊല്ലത്തിൻ്റെ ബിഷപ്പായിരുന്ന ജോർഡൻ കത്തലാനിയാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ വരണം എന്ന് പിതാവ് നിർബന്ധം ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു സമൂഹം തുടങ്ങിയിട്ടുണ്ട്. 3 പേരുണ്ട്.
അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു മിണ്ടാമഠമുണ്ട്, ക്ലോയിസ്റ്റേഡ് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സും അവിടെയുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ മധ്യസ്ഥനായ മാർട്ടിൻ ഡി പോറസ് ഞങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഒരു കുടക്കീഴിൽ അവിടുന്ന് പണ്ട് ലീമയിൽ ചെയ്തതുപോലെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയോടുകൂടെ ഞങ്ങളെ നയിക്കുന്നു. മാർട്ടിനെ പോലെ വിശുദ്ധിയിലും നിർമ്മലതയിലും എളിമയിലും വളരുവാൻ നമ്മെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജപമാല രാജ്ഞിയുടെ പ്രത്യേകമായ മധ്യസ്ഥന് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഗതികൾ തന്നഭയം, രോഗികൾക്കു സൗഖ്യം, അശരണർ തൻ ശരണം, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി. അഗതികൾ തന്നഭയം, രോഗികൾക്കു സൗഖ്യം,